സ്പീക്ക് ഹിന്ദി വിത്ത് എംറ്റീസ് എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവർ, ഞങ്ങൾ, ഇത്, ഈ 3 ആശയങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവൻ, അവൾ, അത്, വോ. ഓക്കെ, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവർ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അവരൊക്കെ മലയാളികളാണ്, അവരെൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ അവർ എന്ന് പറയാൻ ഹിന്ദിയിൽ എന്താ പറയുക? ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംറ്റീസ് അക്കാദമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംറ്റീസ് അക്കാദമി. ഓക്കെ, ഈ വേ എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറയും. നമ്മളൊരു മുതിർന്ന ആളെ അദ്ദേഹം എന്ന് ബഹുമാനാർത്ഥം പറയുകയും ചെയ്യും. 2 മീനിങ് ഉണ്ട് വേക്ക്. ഓക്കെ, വഹ് എന്നാണ്, പക്ഷെ അത് സംസാര ഭാഷയിൽ, നമ്മളിവിടെ സംസാര ഭാഷയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ മുംബൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഇവിടെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ മലയാളത്തിൽ മലപ്പുറത്തേര് സംസാരിക്കുന്ന മലയാളമല്ല തൃശ്ശൂരിൽ. അതേ ഭാഷ, അതേ മലയാളികൾ തന്നെ ഇനിയിപ്പോൾ ട്രാൻഡ്രത്ത് ചെന്നാലും ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മലയാളം സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ഓക്കെ, ഓരോ നാടിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഭാഷ മലയാളം തന്നെയാണ് നമുക്ക്, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പോയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കൊളോക്കിയലായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതുപോലെ ഹിന്ദിയിൽ മുംബൈയിൽ മഹാരാഷ്ട്രയിൽ കുറച്ച് മറാഠി വരും. ഓക്കെ, ഇനി മുംബൈയിലാണെങ്കിൽ കുറച്ച് ചെറിയൊരു മാറ്റങ്ങൾ. ഇനി ഡൽഹിയിലേക്ക് പോയാൽ അവിടെ ചെറിയ മാറ്റങ്ങൾ റീജിയൻ ബേസ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. സോ നമ്മളിവിടെ ഒരു ബേസ് ഫോം, ഹിന്ദി തീരെ ഒട്ടും അറിയാത്ത ആളുകൾക്ക് ഒരു സപ്പോർട്ട്, അത്യാവശ്യം മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രൂപത്തിലാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വേ എന്ന് പറഞ്ഞാൽ അവർ എന്നും പറയും, അദ്ദേഹം ബഹുമാനാർത്ഥം, അയാൾ, അദ്ദേഹം എന്നുള്ളൊരു മീനിങ് പറയും. എന്നാൽ അവൻ എന്ന് പറയാൻ വോ എന്നാണ് പറയുക. അദ്ദേഹം എന്ന് പറയാൻ വേ. ഇവിടെ നമ്മൾ അവർ ഒരു കൂട്ടം ആളുകളെ പറ്റിയിട്ടാണ് വേ. ഓക്കെ, ദെൻ ഞങ്ങൾ എന്ന് പറയാൻ എന്താ പറയാ? ഹം. ഇത് എന്ന് പറയാൻ എന്താ പറയാ? യേ എന്നാണ് അത് പറയുമ്പോൾ യേ എന്നാണ് പറയുക. യേ. ഓക്കെ, നമുക്ക് നോക്കാം. അവർ മലയാളികളാണെന്ന് എങ്ങനെ പറയാം? വേ മലയാളി ഹെ. ഓക്കെ, അവർ എൻ്റെ ഫ്രണ്ട്സുകളാണ്. വേ മേരെ ഫ്രണ്ട്സ് ഹെ. അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വേ യഹാ പേ കാം കർത്തെ ഹെ. അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. വേ ദുബായ് മേ വർക്ക് കർത്തെ ഹെ. ഓക്കെ, ഇവിടെ വർക്ക് എന്നുള്ളതിന് നമുക്ക് കാം ഉപയോഗിക്കാം. എങ്ങനെ പറയാം? നോക്കറി. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ കാമാണ് എപ്പോഴും നോർമൽ ആയിട്ട് കേൾക്കുന്നത്. എങ്ങനെ പറയാം? അപ്പോൾ വേ ദുബായ് മേ കാം കർത്തെ ഹെ. വേ ദുബായ് മേ നോക്കറി കർത്തെ ഹെ. ഓക്കെ, ഗുഡ്. ഓക്കെ, അവർ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. വേ മേരെ സാത്ത് രഹത്തെ ഹെ. ഓക്കെ, അവരിപ്പോൾ ബിസിയാണ്. വേ അഭി ബിസി ഹെ. അവരിപ്പോൾ ഫ്രീ ആണ്. വേ അഭി ഫ്രീ ഹെ. അവരിപ്പോൾ ഡ്യൂട്ടിയിലാണ്. വേ അഭി ഡ്യൂട്ടി പേ ഹെ. ഡ്യൂട്ടി पर भी और पे भी, like both can be used again. Okay, good. Then അവർ ഇന്ന് ലീവിലാണ്. वो आज छुट्टी पर है. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ, ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് എപ്പിസോഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഈ 4ലും പറയുന്നത്. ഫ്രണ്ട്സ്, ലിസൺ ഹിയർ. നമ്മളിവിടെ സബ്ജക്റ്റുകൾ മാത്രമാണ് മാറ്റം വരുന്നത്. ഓക്കെ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചേഴ്സ് സെയിം ആണ്. സബ്ജക്റ്റ് ഞാൻ എന്നുള്ളത് അവനായി, അവൻ എന്നുള്ളത് അവളായി, അവൾ എന്നുള്ളത് അതായി, ദെൻ അവറായി. ഓക്കെ, അപ്പോൾ ഈ ബേസിക്കലി നമുക്ക് ബേസിക് ക്ലാസ് ആണ്, ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. ബേസിക്കലി ഒരു അടിത്തറ പാകുക. ഓക്കെ, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് എംറ്റീസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും കഴിയുന്നുണ്ട്. ആയിരക്കണക്കിന് ഹാപ്പി വിദ്യാർത്ഥികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അതിന് തെളിവാണ്. അപ്പോൾ ഹിന്ദി സംസാരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ജോലി സ്ഥലത്തോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംടീസ് അക്കാഡമി ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ലൈവ് ട്രെയിനിങ് സെഷൻസ്, അതായത് നിങ്ങളെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാവിലെ ഇന്ത്യൻ ടൈം നാട്ടിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ ലൈവ് ട്രെയിനിങ് സെഷൻസ് ആണ്. അതായത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുക, മോർണിംഗോ ആഫ്റ്റർനൂണോ ഈവനിങ്ങോ നൈറ്റോ, ഈ ഫ്രീ ടൈമിൽ മിനിമം ഒരു 1.5 അവർ, ഒരു 1.5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ കഴിയും. ഓരോ ദിവസവും വ്യക്തമായ മൊഡ്യൂൾസുകൾ നിങ്ങൾക്ക് തലേന്ന് ദിവസം അയച്ചു തരും, ഓഡിയോ ആൻഡ് ടെക്സ്റ്റ്. അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനറോട് പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ കിട്ടിയ മൊഡ്യൂൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ എന്താണോ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ലൈവായിട്ട് ട്രെയിനറെ കൂടെ സംസാരിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഹിന്ദി ഭാഷ സംസാരിക്കാൻ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് അവരെ അയച്ചു തരും. നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ നിങ്ങൾക്കും സാധിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അവരൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണെന്ന് എങ്ങനെ പറയാം? वे मेरे रिश्तेदार हैं. वे मेरे रिश्तेदार हैं. ഓക്കെ, അവരെൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് എങ്ങനെ പറയാം? वे मेरे क्लासमेट्स हैं. वे मेरे क्लासमेट्स हैं. അവർ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആണ്. वे गल्फ एक्सपीरियंस्ड है. वे गल्फ एक्सपीरियंस्ड है. അവർ ഡ്രൈവേഴ്സ് ആണ്. वे ड्राइवर्स हैं. वे ड्राइवर्स हैं. അവർ കമ്പനി ഡ്രൈവേഴ്സ് ആണ്. वे कंपनी ड्राइवर्स हैं. वे कंपनी ड्राइवर्स. അവരൊക്കെ മലയാളികളാണ്, എങ്ങനെ പറയാം? वे सब मलयालीज हैं. वे सब मलयालीज हैं. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ആശയത്തിലേക്ക് പോകാം. ഞങ്ങൾ ഹം. हम ഹം Okay. ഞങ്ങൾ ടീച്ചേഴ്സാണ്. हम टीचर्स हैं. हम शिक्षक हैं या हम टीचर्स हैं. ഓക്കെ, ഞങ്ങൾ മലയാളികളാണ്. हम मलयालीज हैं. हम मलयालीज हैं. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്. हम कोच्चि से हैं. हम कोच्चि से हैं. ഞങ്ങൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. हम कोच्चि में काम करते हैं. हम कोच्चि में काम करते हैं. ഞങ്ങൾ സെയിം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. हम सेम ऑफिस में काम करते हैं. हम सेम ऑफिस में काम करते हैं. ഞങ്ങൾ എംടീസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. हम एमटीज एकेडमी में काम करते हैं. हम एमटीज एकेडमी में काम करते हैं. ഓക്കെ, ഞങ്ങളിപ്പോൾ ഫ്രീ ആണ്. हम अभी फ्री हैं. हम अभी फ्री हैं. ഞങ്ങളിപ്പോൾ ഡ്യൂട്ടിയിലാണ്. हम अभी ड्यूटी पे हैं. हम अभी ड्यूटी पे हैं. ഞങ്ങൾ ഹാപ്പിയാണ്. हम हैप्पी हैं. हम खुश हैं. ഓക്കെ, ഞങ്ങൾ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. हम इस फील्ड में एक्सपीरियंस्ड हैं. हम इस फील्ड में एक्सपीरियंस्ड हैं. ഞങ്ങൾ ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. हम टीचिंग में एक्सपीरियंस है या फिर हम पढ़ाने में एक्सपीरियंस है. ഹം പഠാനെ മേ എക്സ്പീരിയൻസ്ഡ് ആണ്. Okay. ഓക്കെ, ദെൻ ഞങ്ങൾ ഓക്കെയാണ്. हम ठीक है. ഞങ്ങൾ റെഡിയാണ്. हम तैयार हैं. हम तैयार हैं. ഞങ്ങളിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. हम अभी दुबई में काम करते हैं. हम अभी दुबई में काम करते हैं. ഞങ്ങളിപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. हम अभी शारजा में रहते हैं. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്ന് പറയാൻ എന്താ പറയാ? ये യേ ये യേ ഇങ്ങനെ ये യേ. ഓക്കെ, ഗെറ്റ് ഇങ്ങനെ പറയാ, നിങ്ങളെ കൂടെ പറയാ കേട്ടോ. ദെൻ ഇത് എൻ്റെ മൊബൈലാണ്. ये मेरा फ़ोन है. യേ മേരാ फ़ोन ഫോൺ. है. ഇത് പുതിയ ഫോണാണ്. ये नया फ़ोन है. ये नया फ़ोन है. ഇത് പുതിയ മോഡലാണ്. ये नया मॉडल है. ये नया मॉडल है. ഇത് അടിപൊളിയാണ്. ये एकदम मस्त है. ये एकदम मस्त है. ഓക്കെ, ദെൻ ഇത് എൻ്റെ വീടാണ്. ये मेरा घर है. ये मेरा घर है. ഇതെൻ്റെ മാതാജിയുടെ വീടാണ്. ये मेरी माँ का घर है. ये मेरी माँ का घर है. ഇതെൻ്റെ വൈഫിൻ്റെ വീടാണ്. ये मेरी पत्नी का घर है. ये मेरी पत्नी का घर है. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ये मेरे हस्बैंड का घर है. ये
मेरे हस्बैंड का घर है. ഇനി ഒരു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ये बहुत टेस्टी है. About टेस्टी है. tasty. Okay, then या इधर फिर डिलीशियस. ये बहुत delicious है. ये बहुत डिलीशियस है. Okay, then ഇത് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ये बहुत महंगा है. Okay, ഇതുകൂടെ ഫസ്റ്റ് ടൈം ആണ്. ये यहाँ पे पहली बार है. ये यहाँ यहाँ पे पर पहली बार है. पहली बार है. Okay, then ഇതൊരു പുതിയ കമ്പനിയാണ്. ये एक नई कंपनी है. ये एक नई कंपनी है. ഓക്കെ ഗുഡ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. നെഗറ്റീവ് ആക്കാൻ വളരെ ഈസിയാണ്. മുമ്പ് പറഞ്ഞു നെഹി എന്നുള്ള ഒരു വേർഡ് ചേർത്ത് കൊടുത്താൽ ഈസിയായി. ഓക്കെ നോക്കാം. അവർ വേ അവർ മലയാളികളാണ്. वे मलयाली है. അവരെല്ലാവരും മലയാളികളല്ല. वे सभी मलयाली नहीं है. എങ്ങനെ പറയാം? वे सभी मलयाली नहीं है. വേ സബി മലയാളി നെഹി. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ്. वे सब मेरे फ्रेंड्स हैं. അവരൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ്. वे सब मेरे रिलेटिव्स हैं. അവരെല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് ഒന്നുമല്ല. वे सभी मेरे रिलेटिव्स नहीं हैं. ഓക്കെ ഞങ്ങളിപ്പോൾ ഫ്രീ ആണ്. हम अभी फ्री हैं. ഞങ്ങളിപ്പോൾ ഫ്രീ അല്ല. हम अभी फ्री नहीं हैं. ഞങ്ങളിപ്പോൾ ഡ്യൂട്ടിയിലാണ്. हम अभी ड्यूटी पे हैं. ഞങ്ങളിപ്പോൾ ലീവിലല്ല. हम अभी लीव पे नहीं हैं या छुट्टी पर नहीं हैं. ഓക്കെ ഇത് എൻ്റെ വീടാണ്. ये मेरा घर है. ഇത് എൻ്റെ വൈഫിൻ്റെ വീടല്ല. ये मेरे वाइफ का घर नहीं है. ഓക്കെ ദെൻ അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. वे दुबई में काम करते हैं. അവർ അമേരിക്കയിലല്ല വർക്ക് ചെയ്യുന്നത്. वे अमेरिका में नहीं काम करते. ഓക്കെ ദെൻ അവർ ഗ്രാജുവേറ്റ്സ് ആണ്. वे ग्रेजुएट्स हैं. അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അല്ല. वे पोस्ट ग्रेजुएट नहीं हैं. ഓക്കെ ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. हम केरला से हैं. ഞങ്ങൾ കൊച്ചിയിൽ നിന്നല്ല. हम कोची से नहीं हैं. ഓക്കെ ഞങ്ങൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. हम कोची में काम करते हैं. ഞങ്ങൾ ദുബായിലല്ല വർക്ക് ചെയ്യുന്നത്. हम दुबई में नहीं काम करते. ദെൻ ഞങ്ങൾ എംറ്റീസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എംറ്റീസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. हम एमटीज एकेडमी में काम करते हैं. ഞങ്ങൾ ഗവൺമെൻറ് സർവീസിലല്ല വർക്ക് ചെയ്യുന്നത്. हम गवर्नमेंट सर्विस में काम नहीं करते. ഓക്കെ ദെൻ ഇത് പുതിയതാണ്. ये नया है. ഇത് പഴയതല്ല. ये पुराना नहीं है. ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 4th എപ്പിസോഡിൻ്റെ ക്വസ്റ്റ്യൻസ്. അവർ വേ അവർ മലയാളികളാണ്. അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഫ്രീ ആണ്. ഞങ്ങൾ ബിസി അല്ല. ഇത് എൻ്റെ മൊബൈലാണ്. ഇത് പുതിയതല്ല. ഈ 6 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഹോംവർക്സ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അടിപൊളി ഗിഫ്റ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ എപ്പിസോഡിലും ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്ന അതിൽ വിജയികളായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിനും ഒരാൾക്കാണ് വിജയിയായിട്ട് സെലക്ട് ചെയ്യുക. ഒരാളെയാണ് സെലക്ട് ചെയ്യുക. അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ സോ എല്ലാവരും ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, വിജയികളാവുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് കമൻസുകളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇത് ഹെൽപ്ഫുൾ ആണോ? കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? ഓക്കെ അതോടൊപ്പം നിങ്ങളുടേതായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നന്നാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അത്തരം എന്തെങ്കിലും സജഷൻസ് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ സന്തോഷമേ ഉള്ളൂ. എനിഹാവ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ നീ ആണോ, അവനാണോ, അവളാണോ, ഇതാണോ, അതാണോ, ഇത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിസ്കസ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺസ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ സോ അതെങ്ങനെയാണെന്നാണ് 5th എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറക്കാതെ വീഡിയോ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സുകളൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. Wishing you all the best. See you soon. Emtees Academy.